ഒരു ചെറിയ കുഞ്ഞ് ഒരു വയറ് പിടിച്ച് വലിക്കുന്നു. നല്ല ചൂട് കഞ്ഞി താഴെ വീഴുന്നു. അവളുടെ അന്ധയായ അമ്മ ശബ്ദം കേട്ട് ഓടി വരുന്നു. പക്ഷേ കഞ്ഞിയിൽ തെന്നി താഴെ വീഴുന്നു. ആ അമ്മ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അമ്മയ്ക്ക് നല്ല കുറ്റബോധം തോന്നുന്നു. ബന്ധുക്കളൊക്കെ കുഞ്ഞിനെ അനാഥാലയത്തിൽ കൊണ്ടുവിടാൻ നിർബന്ധിക്കുന്നു. എന്നാൽ അമ്മയ്ക്കതിന് സാധിക്കുന്നില്ല. അമ്മ ഓരോ ദിവസത്തെയും വിശേഷം ഒരു ടേപ്പ് ചെയ്യുന്നു. കുട്ടിയുടെ കാലിൽ ഒരു ബെല്ല് കെട്ടുന്നു. കുഞ്ഞ് എവിടെ പോയാലും അമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്നു. കുഞ്ഞ് വളർന്നു വന്നു. അവൾ അവളുടെ പേരൻസിൻ്റെ കണ്ണായി. മറ്റുള്ളവർ തുറച്ചു നോക്കിയാലും അവൾ മൈൻഡ് ചെയ്തില്ല. എന്നാൽ ഒരു ദിവസം വഴിയിൽ കച്ചവടം ചെയ്ത അവളുടെ അച്ഛനെ പോലീസ് പിടിക്കുന്നു. അപ്പോഴാണ് അവളുടെ പേരൻസിൻ്റെ നിസ്സഹായ അവസ്ഥ അവൾ മനസ്സിലാക്കുന്നത്. ഒരു ദിവസം ആ കുട്ടിക്ക് പനി പിടിക്കുന്നു. എന്നാൽ ഒരു മരുന്നെടുത്തു കൊടുക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ആ കുട്ടി വളർന്നു വലുതായി. അവളുടെ പേരൻസ് പറയുന്നതൊന്നും അവൾ അനുസരിക്കാതെയായി. എല്ലാ ദിവസവും ആ കുട്ടി പുറത്തു പോകുന്നതിന് മുന്നേ അവളുടെ അമ്മ അവളുടെ ഉടുപ്പ് മൊത്തം ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു. അതൊന്നും ആ കുട്ടിക്ക് ഇഷ്ടമാകുന്നില്ല. ഒരു ദിവസം അമ്മയെ സ്കൂളിൽ വെച്ച് കണ്ട അവൾ മിണ്ടാതെ അമ്മയുടെ അടുത്തു നിന്നും പോകുന്നു. പക്ഷേ അവളുടെ അമ്മയ്ക്ക് അവളുടെ മനം മനസ്സിലാകുകയും ബാക്കി കാര്യങ്ങളൊക്കെ വ്യക്തമാകുകയും ചെയ്യുന്നു. വീട്ടിൽ വന്ന് രണ്ടുപേരും നല്ല വഴക്കാകുന്നു. അമ്മ അവളുടെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുന്നു. അവൾക്കും ദേഷ്യം വന്ന് അമ്മയുടെ പഴയ തേപ്പെല്ലാം നശിപ്പിക്കുന്നു. വഴക്ക് കൂടി വന്നു. ആ പെൺകുട്ടി വീട് വിട്ടിറങ്ങി പോകുന്നു. രാത്രിയായി. അവൾ വരാത്തത് കൊണ്ട് സ്കൂളിലൊക്കെ പേരൻസ് വിളിച്ചു നോക്കുന്നു. അടുത്ത ദിവസം ന്യൂസിൽ ഒരു ശവശരീരം കിട്ടിയെന്ന് പറയുന്നു. പേരൻസ് സങ്കടത്തോടെ ആ ബോഡി പോയി തൊട്ടു നോക്കുന്നു. എന്നാൽ അത് ആ പെൺകുട്ടി ആയിരുന്നില്ല. അന്ന് അവൾ അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ആയിരുന്നു. രാത്രി വീട്ടിലെത്തിയ അവൾക്ക് നല്ല കുറ്റബോധം തോന്നുകയും അമ്മയുടെ തേപ്പൊക്കെ ശരിയാക്കി വെക്കുകയും ചെയ്യുന്നു. അവൾ അതിലെ ഒരു പഴയ റെക്കോർഡിംഗ് കേൾക്കുന്നു. അവൾക്ക് പേരൻസിൻ്റെ സ്നേഹം മനസ്സിലാകും. അവരെ അന്വേഷിച്ച് അവൾ പോകുന്നു. അന്നേരം തൻ്റെ മകളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ആ അമ്മയും അച്ഛനും. അമ്മ മകളുടെ പേര് വിളിച്ചുകൊണ്ടേയിരുന്നു. മകൾ ആ ശബ്ദം കേൾക്കുന്നു. അവൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. അവൾക്ക് മനസ്സിലാകുന്നു എത്ര കഷ്ടപ്പെട്ടാണ് അവർ അവളെ വളർത്തിയതെന്ന്.